പുള്ളിയെ കഴുത്തിനെ പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ ആ കഴുത്തുനിന്ന് പിടിച്ച് പുള്ളിയെ രക്ഷപ്പെടുത്തു. അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നിട്ട് ചോരയൊക്കെ ആണെന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടിയ അകത്ത് കയറി നോക്കി. അകത്ത് കയറി നോക്കിയപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പെട്ടിട്ട് ഇങ്ങനെ കിടക്കുക, ബ്ലഡ് പോയിട്ട് ഫുള്ളൊക്കെ ഇതായിട്ട്. കൊളക്കാട് അമ്മയെ കഴുത്തറുത്തു കൊലപ്പെടുത്തിയ ശേഷം മകൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയെയാണ് മകൻ ക്രിസ്റ്റി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമാണ് ഗീതമ്മ. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ഗീതമ്മയുമായുള്ള വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ വച്ചാണ് ക്രിസ്റ്റി ആക്രമിച്ചത്. ബാംഗ്ലൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ്. കൊലപാതകം നടക്കുന്ന സമയത്ത് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും ബഹളം കേട്ട അയൽവാസി നിപുൺ അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലാക്കുന്നത്. ശേഷം അയാളുടെ സ്കൂട്ടറിൽ ക്രിസ്റ്റിയെ കേളകം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു എന്ന് നിപുൺ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു 9 മണി കഴിഞ്ഞപ്പോ വീട്ടിലെത്തുന്നത്. വർക്ക് കഴിഞ്ഞു, ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്നത്. 9 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. ഇവിടെ അവിടെ നിന്ന് ഒച്ചപ്പാട് കേട്ടിട്ട് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ ഷർട്ട് ഇട്ട് നേരെ ഇവിടെ കൊല്ലുമ്പോൾ ഇവനും വേറെ എനിക്ക് പരിചയമില്ലാത്ത രണ്ടുപേരാ, അതായത് ചേച്ചിയുടെ ആങ്ങളമാരാ, ഇവിടെയുള്ളവരല്ല. അവര് വിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പോയി ആ പുള്ളിയെ കഴുത്തിനെ പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ ആ കഴുത്തുനിന്ന് പിടിച്ച് പുള്ളിയെ രക്ഷപ്പെടുത്തു. അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നിട്ട് ചോരയൊക്കെ ആണെന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടിയ അകത്ത് കയറി നോക്കി. അകത്ത് കയറി നോക്കിയപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പെട്ടിട്ട് ഇങ്ങനെ കിടക്കുക, ബ്ലഡ് പോയിട്ട് ഫുള്ളൊക്കെ ഇതായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് ആൾക്കാരാ. അപ്പൊ ആ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി വന്നപ്പോ പറഞ്ഞടാ പോയെന്നാ തോന്നുന്നേ, നമുക്ക് പോലീസിനെ വിളിക്കാൻ നോക്കും. കാരണം പുള്ളി പോലീസിനെ വിളിച്ചു. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവന്റെ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം, വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അപ്പൊ ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവന്റെ അടുത്ത് ഞാൻ സ്കൂട്ടി എടുത്ത് കടയിൻ്റെ അവിടെ പോയിട്ട് അയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോവാടാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഇവന് ആളെ കൂളായിട്ട് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് ഇവർ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞാകുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവൻ നേരെ ചേട്ടനെ കൊണ്ടുവിടുമെന്ന് വെച്ചു. അത് ചേട്ടായി തന്നെ വിളിക്കുന്നതന്നെ, അത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്കൂട്ടി എടുത്ത് കേളാൻ കൊണ്ടുവരും. സ്റ്റേഷന്റെ അവിടെ എത്താൻ അവിടുത്തെ കടയുണ്ട്, ബീവറേന്റെ അടുത്തുള്ള കടയിൽ ഇപ്പൊ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് സിഗരറ്റ് മേടിച്ച് ചേട്ടൻ വരണ്ടെന്ന് പറഞ്ഞു. നേരെ നടന്നു സ്റ്റേഷന്റെ അകത്തേക്ക്. പോലീസ് എത്തിയാണ് ഗീതമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഗീതമ്മയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗീതമ്മ കേളകത്തും താന്നിക്കുന്നിലും ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും നടത്തിയിരുന്നു. ക്രിസ്റ്റിയെ കൂടാതെ ഗീതമ്മയ്ക്ക് ഒരു മകൾ കൂടിയുണ്ട്. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.